എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്ത ആളുകളുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പം നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരാളാണ് ആരിഫ് ഹുസൈൻ. മതം വിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹം. ഇസ്ലാം നാമധാരി എന്നാണ് അദ്ദേഹത്തെ അറിയപ്പെടുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് ഈ പറയുന്ന ഇസ്ലാം മതത്തിനോട് വലിയ താല്പര്യമില്ല. ഇദ്ദേഹം ശരിക്കും പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് ഹൈന്ദവരെ സപ്പോർട്ട് ചെയ്തും ക്രിസ്ത്യൻസിനെ സപ്പോർട്ട് ചെയ്തൊക്കെ നിൽക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു തട്ടത്തിൻ്റെ വിഷയം വന്നപ്പോൾ പുള്ളിക്കാരൻ്റേതായിട്ടുള്ള അഭിപ്രായങ്ങളുമായിട്ട് ഒരുപാട് ചാനലുകളിൽ ഇരുന്ന് സംസാരിക്കുന്നതൊക്കെ നമ്മൾ കണ്ടതാണ്. പിന്നെ ഈ പുള്ളിക്കാരൻ്റെ ഒരു കാര്യമെന്ന് വെച്ചാൽ നാവ് കൊണ്ട് മറ്റുള്ളവരുടെ വായടപ്പിക്കാനായിട്ട്, അതായത് വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരുടെ വാക്കുകളെ ഖണ്ഡിക്കാനുള്ള ഒരു പ്രത്യേക കഴിവ് ഇയാൾക്കുണ്ട്. അപ്പോൾ ഇയാൾ ആ ഒരു കാര്യത്തെക്കുറിച്ചിട്ട് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, കന്യാസ്ത്രീകൾ അവരുടെ യൂണിഫോം ഇടുന്നത് കണ്ടിട്ട്, കുട്ടികൾക്കും അതുപോലെ വേണം, അല്ലെങ്കിൽ പോലീസുകാരുടെ തൊപ്പി കണ്ടിട്ട്, പുള്ളിക്കാരൻ പറയുന്ന ഉദാഹരണമൊക്കെയാണ് കേട്ടോ, പോലീസുകാരുടെ തൊപ്പി കണ്ടിട്ട് അതുപോലെ തൊപ്പി വയ്ക്കണം എന്ന് പറഞ്ഞാൽ അതുപോലെ നടക്കില്ലല്ലോ. അതുപോലെ കന്യാസ്ത്രീകൾ അവരുടെ യൂണിഫോം ഇടുന്നതിൻ്റെ ഭാഗമായിട്ട് ആ ഒരു തട്ടം പോലത്തെ സാധനം, ആ ഒരു സ്കാർഫ് ഇടുന്നതിൻ്റെ പേരിൽ അവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് അതിടണം എന്ന് പറയുകയാണെങ്കിൽ അത് നടക്കില്ലല്ലോ എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്ന ചില കാര്യങ്ങളുണ്ട്, അത് നമുക്ക് കേട്ടിട്ട് വരാം. കന്യാസ്ത്രീ അവർക്ക് തലയിലിടാമെങ്കിൽ ഈ കുട്ടിക്ക് ഇട്ടാൽ എന്താ കുഴപ്പമെന്നാണ് ചോദിക്കണം. അവിടെയും ഇത് തന്നെ തിരിക്കുന്നു. എന്ത് തരം ഉദാഹരണമാണെന്നാണ് നമ്മൾ ചോദിക്കുന്നത്. അതായത് കന്യാസ്ത്രീ, എല്ലാ കന്യാസ്ത്രീകളും തലയിൽ തട്ടിടുന്നില്ല, പോട്ടെ. ഇനി ഇടുന്ന ഒരു കന്യാസ്ത്രീ ഉണ്ടെങ്കിൽ തന്നെ അത് അവരുടെ ഒരു യൂണിഫോമിൻ്റെ ഭാഗമാണത്. അവർ പാലിക്കേണ്ട ഒരു മേഖലയിൽ നിൽക്കുമ്പോൾ അതിന് അതിൻ്റേതായിട്ടുള്ള ഒരു എക്സിസ്റ്റൻസ് ഉണ്ട്. അത് അവരുടെ യൂണിഫോമാണ്. ഇപ്പോൾ ഈ കന്യാസ്ത്രീയുടെ സ്ഥാനത്ത് വന്ന് നിന്നിട്ട് പോലീസുകാരനാണെന്ന് വിചാരിക്കുക, പോലീസുകാരൻ്റെ തലയിൽ തൊപ്പി വെക്കുന്നു. അപ്പോൾ നിങ്ങൾ പറയുകയാണ് എനിക്കും തൊപ്പി വെക്കണം എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? നടക്കില്ല. അത് പോലീസുകാരൻ്റെ തൊപ്പിയാണ്. ഇത് കന്യാസ്ത്രീയുടെ തലയിലെ വസ്ത്രമാണ്. അത് അവർക്കുള്ള യൂണിഫോമാണ്. അത് പോലീസുകാരൻ്റെ യൂണിഫോമാണ്. പോലീസുകാരൻ്റെ യൂണിഫോം കണ്ടിട്ട് നിങ്ങൾ അത് ഇട്ടാലേ ഇവിടെ ഇരിക്കുള്ളൂ എന്ന് പറഞ്ഞാൽ അത് നടക്കില്ല. നിങ്ങൾക്കുള്ള യൂണിഫോം വേറെയാണ്. അപ്പോൾ രണ്ട് യൂണിഫോംസ് തമ്മിൽ കമ്പയർ ചെയ്തിട്ടല്ല പറയേണ്ടത്. തലയിൽ തട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. യൂണിഫോമിൽ ആ സാധനം ഉണ്ടോ ഇല്ലേ, ഇതാണ് നമ്മുടെ പ്രശ്നം. അതുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാം, ഇല്ലെങ്കിൽ ഇല്ല. അവിടെ പിന്നെ വെറുതെ കിടന്ന് ഈ എന്താണ് കുന്തളിപ്പ് കാണിച്ചിട്ട് വേറെ കാര്യമൊന്നും ഉണ്ടാവില്ല എന്നാണ് നമ്മൾ പറയുന്നത്. അതാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ എനിക്ക് ഇദ്ദേഹത്തോട് പറയാനുള്ളൊരു കാര്യമെന്ന് വെച്ചാൽ, ഈ പറയുന്ന മുസ്ലിം കുട്ടികൾക്ക് അവരുടെ തലയിൽ തട്ടമിടാനുള്ള അവകാശം അവർക്കില്ലേ? അതിന് പോലീസുകാർ തൊപ്പി വെക്കുന്നതിനോടും കന്യാസ്ത്രീകൾ സ്കാർഫ് ഇടുന്നതിനോടും ഉപമിക്കേണ്ട ആവശ്യം എന്താണ്? താങ്കൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിലുള്ള ആളായിട്ട് ജനിച്ചിട്ട് താങ്കൾ മതം വിട്ട് ജീവിക്കുന്നു. അത് താങ്കളുടെ അവകാശമാണ്. ഇത് ഇന്ത്യയാണ്. ഇവിടെ ഓരോരുത്തർക്കും അതിനുള്ള അവകാശമുണ്ട്. പക്ഷേ എന്ന് കരുതി, താങ്കൾ ഈ ഒരു മതത്തിൽ വിശ്വസിക്കുന്നില്ലെന്ന് കരുതി, നിങ്ങൾ ഈ മതത്തെ സപ്പോർട്ട് ചെയ്യുന്നില്ലെന്ന് കരുതിയിട്ട് ആ കുട്ടികൾക്ക്, ആ ഒരു കമ്മ്യൂണിറ്റിയിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് അതിനുള്ള അവകാശമില്ലെന്ന് പറഞ്ഞാൽ അതെങ്ങനെയാണ് ശരിയാവുക? എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാനൊരു ഹൈന്ദവ സ്ത്രീയാണ്. എൻ്റെ വിശ്വാസവും ഹൈന്ദവരുടേത് തന്നെയാണ്. എൻ്റെ ഗ്രന്ഥവും ഭഗവത്ഗീതയും രാമായണവുമാണ് എന്ന് കരുതിയിട്ട് ഹിന്ദുമതത്തെ അടിയുറച്ച് വിശ്വസിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ എന്ന് കരുതിയിട്ട് മറ്റു മതസ്ഥരോട് ഒരു തരത്തിലുള്ള പുച്ഛമോ വെറുപ്പോ ഒന്നുമില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. പക്ഷെ താങ്കൾ പറയുന്ന ഈ വാക്കുകൾ ഒരിക്കലും യോജിക്കാൻ പറ്റുന്നില്ല. അപ്പോൾ ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ പറയുന്നത് അവിടെ തുടരാൻ പറ്റില്ലെങ്കിൽ, അങ്ങനെയുള്ള ഒരു സ്കൂളിൽ തുടരാൻ പറ്റില്ലെങ്കിൽ അവിടെ നിന്നും കുട്ടികളെ മാറ്റുക എന്നുള്ളതാണ് നിങ്ങൾ പറയുന്നത്. അത് ന്യായമായിട്ടുള്ള കാര്യമാണ്. കാരണം നമ്മളൊരു സ്കൂളിൽ ചെല്ലുമ്പോൾ അവിടെ തുടരാൻ താല്പര്യമില്ല എങ്കിൽ, അല്ലെങ്കിൽ അവർക്ക് അതിന് താല്പര്യമില്ല എങ്കിൽ, നമ്മുടെ മക്കൾ കയറി ചെല്ലുമ്പോൾ മുഖം കറുപ്പിച്ച് കാണുന്നിടത്ത് അവരെ വിടാതിരിക്കുക. അതാണ് നമ്മൾ മാതാപിതാക്കളായിട്ടുള്ളവർ ചെയ്യേണ്ട ഒരു കാര്യം. അതായത് നമ്മൾ കേട്ടിട്ടില്ലേ, വെളുത്ത ചോറും കറുത്ത മുഖവും. അതായത് വെളുവെളുത്ത ചോറാണെങ്കിൽ പോലും കറുത്ത മുഖം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കഴിക്കാനൊക്കില്ല.
അതുപോലെ നമ്മുടെ മക്കളെ പഠനത്തിന് കൊണ്ടാക്കുന്ന സ്ഥലത്തുള്ളവർ അവരോട് മുഖം കറുപ്പിക്കുകയാണ്. അവരുടെ അവകാശങ്ങൾ സാധിച്ചു കൊടുക്കുന്നില്ല എങ്കിൽ നമ്മൾ അവരെ മറ്റൊരു സ്കൂളിലേക്ക് ആക്കുക എന്നത് ന്യായമായിട്ടുള്ളൊരു കാര്യമാണ്. പക്ഷേ നിങ്ങൾ പറഞ്ഞ ഈ ഒരു കാര്യമുണ്ടല്ലോ, കന്യാസ്ത്രീക്ക് യൂണിഫോം ഇടുന്നത് കൊണ്ട് പോലീസിൻ്റെ തൊപ്പിയൊക്കെ പറഞ്ഞിട്ട് ഉപമിച്ചത്, അത് ഒരിക്കലും ചേരുന്നൊരു കാര്യമല്ല. പിന്നെ എനിക്ക് പലപ്പോഴും ചോദിക്കണമെന്ന് തോന്നിയിട്ടുള്ളൊരു കാര്യമാണ്, ഇത് ഞാൻ എൻ്റെ ചാനലിലൂടെ പറയുന്നേ ഉള്ളൂ, നമ്മൾ പറഞ്ഞെന്ന് പറഞ്ഞ് നിങ്ങളത് കേൾക്കാൻ പോകുന്നില്ല. എന്നാൽ പോലും എനിക്ക് ചോദിക്കേണ്ട ഒരു കാര്യമാണ്, താങ്കൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഇപ്പോൾ വിശ്വസിക്കുന്ന ആളല്ല, പണ്ടെങ്ങനെയാണ് എന്നെനിക്കറിയില്ല. ഈ ഒരു മതത്തിൽ നിന്ന് നിങ്ങൾ വിട്ടു നിൽക്കാനുള്ള സാഹചര്യമോ കാരണമോ ഒന്നും എനിക്കറിയില്ല. പക്ഷേ എനിക്ക് ചോദിക്കാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, താങ്കൾ ഈ ഒരു കമ്മ്യൂണിറ്റിയിൽ നിന്നും മാറി നിൽക്കുന്നു. താങ്കൾ പലപ്പോഴും ഈ ഒരു കമ്മ്യൂണിറ്റിയിലുള്ളവരെ വിമർശിക്കുന്നതായിട്ടും വീഡിയോയിലൊക്കെ കാണാറുമുണ്ട്. അങ്ങനെയാണെങ്കിൽ താങ്കൾക്ക് താങ്കളുടെ ഈ പേരങ്ങ് മാറ്റിക്കൂടെ? എന്തിനാണ് ഇപ്പോഴും മുസ്ലിം നാമധാരി എന്ന പേരിൽ കൂടി താങ്കൾ അറിയപ്പെടുന്നത്? താങ്കൾക്ക് ഈ ആരിഫ് ഹുസൈൻ എന്നുള്ള പേര് തീർച്ചയായും അതൊരു മുസ്ലിമിൻ്റെ പേരല്ലേ? താങ്കൾ എന്തിനാണ് ഇത്രയും ഭാരമേറിയ പേര് ചുമക്കുന്നത്? താങ്കൾക്ക് വല്ല വാസുദേവനെന്നോ വല്ല ശ്രീഹരി വിഷ്ണു എന്നോ ജനാർദ്ദനനെന്നോ ഒക്കെ പേരിട്ടാൽ പോരെ? അങ്ങനെ ചെയ്ത് കാണിക്കുക. മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ പേരും ചുമന്നുകൊണ്ടിരുന്നിട്ട് അതിൽപ്പെടുന്ന ആളുകളെ കുറ്റവും പറഞ്ഞുകൊണ്ടിരിക്കുന്നതിനേക്കാൾ നല്ലത് ആ ഒരു പേരും കൂടെ മാറ്റിയിട്ട് നിങ്ങൾ ഹിന്ദുവായിട്ട് ജീവിക്കടോ. അതിനെ സപ്പോർട്ട് ചെയ്യാൻ ഒരുപാട് ആളുകളുണ്ട്. ഇപ്പോൾ എന്നെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഹിന്ദുവിനെയും മുസ്ലിമിനെയും ക്രിസ്ത്യാനികളെയും എല്ലാവരെയും സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ്. നമ്മൾ നല്ലത് കണ്ടാൽ നല്ലതെന്ന് പറയും, മോശം കണ്ടാൽ അത് മോശം എന്ന് തന്നെ വിളിച്ച് പറയും. എന്തായാലും നിങ്ങൾ ഈ പറഞ്ഞ വാക്കുകൾ എനിക്കത് ഇഷ്ടപ്പെടാഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാനിതിനെ വിമർശിക്കുന്നത്, അല്ലാതെ മറ്റൊന്നും കൊണ്ടുമല്ല. ഇത്രേ പറയാനുള്ളൂ. നിങ്ങളുടെ ഓരോരുത്തരുടെയും അഭിപ്രായങ്ങൾ എന്താണെന്ന് വെച്ചാൽ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി മറ്റൊരു വീഡിയോയുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും